വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഞാനൊരു ഈസി റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതിന് പറയാം മുട്ട വരിഞ്ഞ് പൊരിച്ചതെന്നാണ്. അതായത് മുട്ട മസാല തേച്ചിട്ട് പൊരിച്ചെടുത്തതാണ്. നമ്മളെ വീട്ടിൽ ഇപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. കുറേ പേർക്ക് അറിയായിരിക്കും, പക്ഷേ മുട്ട വരിഞ്ഞ് പൊരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. പക്ഷേ ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഇതുപോലെ നല്ല മസാലയുള്ള നല്ല ടേസ്റ്റുള്ള മുട്ട വരിഞ്ഞ് പൊരിച്ചത് നിങ്ങൾക്ക് റെഡിയാക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 7 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 7 മുട്ട നമുക്ക് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഹാർഡ് ബോയിൽ ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുട്ട വേവിക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്. ഇത് നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ മുട്ട നന്നായിട്ട് ഹാർഡ് ബോയിലായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതും തുറന്ന് നോക്കാം. അതാ മുട്ടയൊക്കെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനിതിലുണ്ടായിരുന്ന ചൂടുവെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ തോട് എളുപ്പം വേർപെട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ തോടൊക്കെ ഒന്ന് കളയാം. ഞാൻ പറഞ്ഞില്ല, അതിൽ തണുത്ത വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ തോട് നമുക്ക് പെട്ടെന്ന് വേർപെടുത്തിയെടുക്കാൻ പറ്റും. അതൊക്കെ കണ്ടല്ലോ, അത് ഈസി ആയിട്ട് ഊരി വരുന്നുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കി എല്ലാ മുട്ടയും തോല് പൊളിച്ചിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും തോല് പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് ഇതിൽ കത്തി കൊണ്ടൊന്ന് വരയിട്ട് കൊടുക്കാം. നമ്മൾ ഈ മീനൊക്കെ വരയിടൂലേ മസാല തേക്കുന്നതിന് മുന്നേ, അതുപോലെയാണ്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അടുപ്പിച്ചിട്ട് നമുക്ക് വരയിടണ്ട, കുറച്ച് ഗ്യാപ്പിലാണ് നമ്മൾ വരയിടുന്നത്. അതുപോലെ കത്തി വെച്ച് നന്നായിട്ട് അമർത്തണ്ട. നന്നായിട്ട് അമർത്തി കഴിഞ്ഞാൽ മുട്ട പകുതിയായി മുറിഞ്ഞു പോവും. മെല്ലെ ഒന്ന് കത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. സാധാരണ എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മസാല എടുത്തിട്ട് ഈ വരഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ മേലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്നിട്ട് അത് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചൂടായ വെളിച്ചെണ്ണയിൽ മുട്ട വരിഞ്ഞ് പൊരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിലുള്ള മസാല മുഴുവൻ ഇതിൽ വെളിച്ചെണ്ണയിലേക്ക് പോവും. അപ്പോൾ ശരിക്കും മുട്ടയുടെ മേലെ മസാല ഒന്നും പിടിക്കില്ല, ഫ്ലേവർ ഒന്നായിട്ട് എത്തിപ്പെടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ ചൂടിൽ നിൽക്കുമ്പോൾ തന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വരഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കശ്മീരി ചില്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി തന്നെ ഇടാവുന്നതാണ്. ഇത് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ പാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. അതായത് നമ്മൾ മസാല മുട്ടയുടെ മേൽ തേക്കുന്നില്ല, പകരം നമ്മൾ മസാലപ്പൊടികളെല്ലാം പാനിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം കാണാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്ന് നോക്കിയേ, കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല കളറിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരിക. ഇത് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ടത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്